പക്ഷെ അതൊക്കെ ഏറ്റവും വളരെ പൊട്ട സംഭവമായിരുന്നു എന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കിയിട്ട് നിൽക്കുന്നു. എക്സാം പാറ്റേൺസ് ഓരോ ഇയറും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക, ഡിഫിക്കൽറ്റി കൂടി. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ യുവർ ഗ്രേറ്റ് സപ്പോർട്ട്. അങ്ങനെ എൻ്റെ ചാനൽ 600 ആയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു 500 കഴിഞ്ഞിട്ട് 600 ആവാൻ വേണ്ടി ഏകദേശം ഒരു 1 ഇയർ എടുത്തിട്ടുണ്ടെന്ന്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ തീരെ വീഡിയോസ് ഇട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടൊക്കെ ഇനി നമ്മളെന്തൊക്കെ പറയണം. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ +1 ആൻഡ് +2 ആ ഒരു ജേണിയിൽ എന്നെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള YT ചാനൽസിനെ പറ്റിയിട്ടാണ് പറയാൻ വരുന്നത്. ആദ്യം തന്നെ ഡിസ്ക്ലെയിമർ പറഞ്ഞുതരാം. എക്സാമിനേക്കാളും ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2-3 വീക്സ് മുമ്പ് അല്ലെങ്കിൽ 1-2 ദിവസം മുമ്പ് ഇരുന്നിട്ട് ഈ ചാനലിലേക്ക് നല്ലതാണ്, അല്ലെങ്കിൽ ആ സാറിൻ്റെ ക്ലാസ് നല്ലതാണ്, ഈ മാഡത്തിൻ്റെ ക്ലാസ് നല്ലതാണ്, അതൊക്കെ ഇരുന്ന് കാണാം, ആ മിസ്സ് പൊളിയാണ്, അങ്ങനെ അതിരുന്ന് കണ്ടിട്ടൊരു കാര്യമില്ല. കാരണം നമ്മുടെ എക്സാം പാറ്റേൺസ് ഓരോ ഇയറും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക, ഡിഫിക്കൽറ്റി കൂടി വരാം. നല്ലതാണ് ഒരു തരത്തിൽ പറഞ്ഞത്. പക്ഷേ നമ്മൾ മര്യാദയ്ക്ക് പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഏറ്റവും പൊട്ടൊരു കാര്യമാണ് അതൊക്കെ സംഭവം. അപ്പോൾ മതി, നമുക്കിനി നല്ല യൂട്യൂബ് ചാനൽസ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഈ എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് എന്നുള്ളൊരു വ്യൂ ആണ്. ചിലപ്പോൾ ഈ ഒരു സാറിൻ്റെ അല്ലെങ്കിൽ മിസ്സിൻ്റെ ക്ലാസ് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്, എനിക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകും. പക്ഷേ നിങ്ങൾ ചിലപ്പോൾ ഗ്രാസ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ അടുത്തൊരു നല്ലൊരു ചാനൽ കാണാം. അപ്പോൾ പിന്നെ ഒരു സബ്ജക്റ്റിൽ തന്നെ, ഇപ്പോൾ എക്സാമ്പിൾ ഫിസിക്സിൽ ഞാൻ ഒരു ടീച്ചറുടെയോ അല്ലെങ്കിൽ ഒരു മിസ്സിൻ്റെ ക്ലാസ് മാത്രമല്ല പല ടീച്ചേഴ്സിൻ്റെ ക്ലാസ് കണ്ടിട്ടുണ്ട്. അതിൽ ഒരു മെജോറിറ്റി ക്ലാസ് എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ചധികം നല്ല ഫാക്കൽറ്റീസുള്ള സബ്ജക്ട്സിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. പിന്നെ നിങ്ങൾക്കും ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഇഷ്ടപ്പെട്ട ക്ലാസ് പിന്നെ അത് എടുക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, മറ്റുള്ളവർക്ക് ഹെൽപ്ഫുള്ളാവും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയ സബ്ജക്ട്സിനെ പറ്റിയിട്ടാണ്. അത് വേറെ ഒന്നുമല്ല, സെക്കൻഡ് ലാംഗ്വേജ്. ഞാൻ മലയാളം മീഡിയമായിരുന്നു. സോ ഞാൻ +1 മലയാളം തന്നെയാണ് എടുത്തത്. സോ എനിക്ക് 200 ഔട്ട് ഓഫ് 200 മലയാളത്തിൽ കിട്ടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ കുറേ ചാനൽസ് ഉണ്ട് എക്സാമിന്, നമ്മുടെ എജുസ്പോർട്ട്, സായിലം കുറേ ഉണ്ട്. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് സെക്കൻഡ് ലാംഗ്വേജ് മലയാളത്തിൻ്റെ കേസിൽ ഞാൻ ഷീബ ടീച്ചറുടെ ക്ലാസ്സായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 8ാം ക്ലാസ് മുതൽ കണ്ടു തുടങ്ങിയിട്ടുള്ള ക്ലാസ് ഭയങ്കര രസമൊക്കെ ഇട്ടിരിക്കാൻ. സോ മലയാളത്തിന് എനിക്കതാണ് പറയാനുള്ളത്. ഇനി ഫിസിക്സിൻ്റെ കേസിൽ ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുക അലക്സാറിൻ്റെ ക്ലാസ്സാണ്. അലക്സാറിൻ്റെ ക്ലാസ്സിൽ കറക്റ്റ് നമുക്ക് ഒരു എക്സാമിൻ്റെ റിവേഷൻ മാത്രമല്ല, ആ ഒരു ടോപ്പിക്കായിട്ട് റിലേറ്റ് ചെയ്ത പല ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സും പറയും. അത് ഭയങ്കര രസമാണ് അത് കേട്ടിരിക്കാനും കാണാനും വേണ്ടിയിട്ട്. പിന്നെ സൈലം ടീച്ചേഴ്സും പൊളിയാണ്, എജുസ്പോർട്ടും പൊളിയാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ എല്ലാവരും ഇതാണ് ഫിസിക്സിൻ്റെ കേസിൽ. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് അലക്സാറിൻ്റെ കേസാണ്. ഓക്കെ, ഇനി ബയോളജിയുടെ കേസിൽ ഞാൻ അധികം ക്ലാസ്സസ് അങ്ങനെ കണ്ടിട്ടില്ല. എനിക്ക് ചില ചാപ്റ്റേഴ്സ് തീരെ ഇഷ്ടമല്ല. അപ്പോൾ ആ ചാപ്റ്റേഴ്സ് ഞാൻ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് YTയിൽ കണ്ടിട്ടുണ്ട്. അതിൽ അർച്ചന മിസ്സിൻ്റെ ക്ലാസ്സസാണ്. ഞാൻ എക്സാമിൻ്റെ ഒരു ബാച്ച് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ ഇവിടെ ക്ലാസ് അത്യാവശ്യം നല്ല ക്ലാസ്സസാണ്. പക്ഷേ എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയതിൽ ക്ലാസ്സിന് കുറേ ലെങ്ത്ത് കൂടുതലാണ്. പിന്നെ അത് മാത്രമല്ല, ഞാൻ കുറേ പെൻഡിങ് വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഡെയിലി ടൈം ടേബിൾ തന്നെ സമയത്ത് ഞാൻ കൂടുതൽ കാണുക ബയോളജിയാണ്. ബയോളജി എന്ന് പറയുമ്പോൾ ആളുടെ ക്ലാസ് കണ്ട ഭയങ്കര രസമാണ്. പിന്നെ സൈലത്തിലെ ചില ടീച്ചേഴ്സിൻ്റെ ക്ലാസ് ഞാൻ ബയോളജിക്ക് കാണാറുണ്ട്. ബയോളജി ക്ലാസ് പിന്നെ നമുക്ക് അത്രയും എല്ലാ ടീച്ചേഴ്സും അവരവരുടേതായ രീതിക്ക് എടുക്കണം. സോ നമുക്കൊരു ക്ലാസ് പൊട്ടയാണെന്നോ അല്ലെങ്കിൽ നല്ലതാണോ അങ്ങനെ നമുക്ക് ഫുള്ളായിട്ട് പറയാൻ പറ്റില്ല. കാരണം കൂടുതലായിട്ട് എനിക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ അർച്ചന ടീച്ചറിനാണ്. ഇനി അതുപോലെ തന്നെ മാത്സാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാത്തൊരു സബ്ജക്റ്റായിരുന്നു. എനിക്ക് അങ്ങനെ ഞാൻ സ്കൂളിൽ എടുക്കുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. ഞാൻ പതുക്കെയാണ് മാത്സിലെ ഒരു സംഭവം മനസ്സിലാക്കി എടുക്കുക. ചിലപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു സാറ് ബോർഡിലൊരു 2ാമത്തെ ലൈൻ എഴുതുന്ന സംഭവം 2ാമത്തെ 3ാമത്തെ എഴുതി പോകുന്ന സമയത്ത് ചിലപ്പോൾ 5ാമത്തെ തുമ്പിലായിരിക്കും എനിക്ക് 2ാമത്തെ അർത്ഥം മനസ്സിലാവുക. അപ്പോൾ എനിക്ക് വളരെ നിർത്തി ക്ലാസ്. അപ്പോൾ ഞാൻ അതാണ് YT കുറേ മാത്സ് കണ്ടിട്ടുണ്ട്. +1 +2 ഞാൻ സാധാരണ നമ്മൾ കാണുന്ന ക്ലാസ്സൊക്കെ കണ്ടേ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ ആൽബിൻ കാട്ടാക്കട സാറിൻ്റെ വീഡിയോസ് പിന്നെ +2 ഇപ്പോൾ കാണാൻ തുടങ്ങി. ഞാൻ മാത്സ് ശരിക്കും പറഞ്ഞാൽ ഡബിൾ പാസ് പോലും ഇല്ലാത്ത ഒരാളാണ് +1 മാത്സിൻ്റെ കേസിൽ. പിന്നെ ഈ ഒരു റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഡബിൾ പാസ് ഉണ്ടായിരുന്നു 2 സബ്ജക്റ്റിൽ. പിന്നെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് A ഗ്രേഡായിട്ട് മാറിയിട്ടുണ്ടാകും മാത്സിൽ. ഇനി അടുത്തത് കെമിസ്ട്രീനെ പറ്റി പറയുകയാണെങ്കിൽ
എല്ലാം നല്ല ക്ലാസ്സിനായിട്ട് കെമിസ്ട്രിയിൽ. പിന്നെ കുറച്ചും കൂടി എടുത്ത് പറയാൻ പറ്റും എഡ്ജ് സ്പോട്ടിലെ യാസിൻ സാറിൻ്റെയൊക്കെയും ക്ലാസ്സാണ്. ഭയങ്കര അടിപൊളി കിട്ടിയിരിക്കുക, നമുക്കൊരു മടുപ്പ് തോന്നില്ല. പിന്നെ മാധവ് സാറിൻ്റെ സൈലത്തിലെ അടിപൊളി ക്ലാസ്സൊക്കെയാണ്. പിന്നെ നമുക്ക് ഇംഗ്ലീഷ് സബ്ജക്ട്സിൻ്റെ കേസിൽ ഇംഗ്ലീഷിൽ എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഗ്രാമറായിരുന്നു എനിക്ക് ഏറ്റവും. കഥ മനസ്സിലാക്കുക സമ്മർ എനിക്ക് അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ ഒന്നും കാണാതെ പഠിക്കില്ല. ഇപ്പോൾ ടീച്ചേഴ്സ് തരുമ്പോഴും സമ്മറൊക്കെ തരുമ്പോൾ എനിക്ക് കാണാതെ പഠിക്കാൻ തീരെ ഇഷ്ടമല്ല. അപ്പം ഞാൻ കുഞ്ഞു പോയിൻറ്റ്സ് ആക്കിയിട്ട് അത് പഠിക്കും. എൻ്റേതായൊരു ഇതിൽ ഞാൻ ഡെവലപ്പ് ചെയ്തെടുക്കുക ചെയ്യാറ്. അതെനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നില്ല. കാരണം ഇംഗ്ലീഷ് നമ്മളൊരു കമ്മ്യൂണിക്കേഷനുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പോൾ അത് കുറേ കാണാതെ പഠിച്ചിട്ട് അത് എഴുതിയിട്ടൊരു കാര്യമില്ല. അപ്പം ഞാനത് കുറേ പോയിൻറ്റ്സ് വൈസ് കാണും. ഇംഗ്ലീഷിൽ ഞാൻ എനിക്ക് പണ്ടത്തെ സാറിൻ്റെ ക്ലാസ് ഇഷ്ടമാണ്. പിന്നെ നാച്ചു സാറ് സൈലത്തിൽ അവിടേക്ക് ഇംഗ്ലീഷിൻ്റെ ക്ലാസ് സൂപ്പറാണ്. ഇതാണ് ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ കേസിലെ റിവ്യൂ. പിന്നെ ബാക്കി സബ്ജക്റ്റ് സെക്കൻഡ് ലാംഗ്വേജിന് മലയാളമായതുകൊണ്ട് എനിക്ക് ബാക്കിയൊന്നും അറിയില്ല. ബയോളജി പറഞ്ഞു, ഫിസിക്സ് പറഞ്ഞു, കെമിസ്ട്രി പറഞ്ഞു, മാത്സ് പറഞ്ഞു. സോ ഇപ്പോൾ നമ്മൾ ഏകദേശം എല്ലാതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങൾ പറയാനുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഏതൊരു ക്ലാസ് കാണുകയാണെങ്കിലും ആരുടെ ആയാലും, ഇപ്പോൾ സൈലാണെങ്കിലും എഡ്ജ് സ്പോട്ടാണെങ്കിലും എക്സാമിൻ്റെ കുറേ ചാനൽസ് ഇപ്പോൾ ഉണ്ട്. ആരുടെ ആണെങ്കിലും കറക്റ്റായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് കാണാൻ തുടങ്ങുക. എന്ന് വെച്ചാൽ ഒരു ദിവസം ഇപ്പോൾ ഒരു ചാപ്റ്റർ ഒരു സാറിൻ്റെ കണ്ടു, ഒരു 2 ദിവസം കഴിയുമ്പോൾ വേറെ സാറിൻ്റെ കാണാം. അങ്ങനെയല്ല, ഒരു സാറിൻ്റെ കാണുക, ഒരു നല്ല ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ അതിൽ നന്നായിട്ട് നോട്ട്സ് ഉണ്ടാക്കിയിട്ട് അത് തന്നെ നമ്മൾ ഫോളോ ചെയ്യാൻ നോക്കുക. പിന്നെ എക്സാമിൻ്റെ സമയത്ത് പിന്നെയും നമുക്ക് ക്ലാസ്സിന് ബാക്ക് അടിച്ച് കാണേണ്ട ആവശ്യം വരില്ല. ഒരു 1 hour പ്ലസിൻ്റെ ക്ലാസ്സും ബാക്ക് അടിച്ച് 2 weeksലേക്ക് ഇട്ടാകെ വിപ്രളമായിരിക്കും. ഞാൻ അങ്ങനെ തന്നെ ആയിരുന്നു. പിന്നെ പഠിപ്പെന്ന് പറഞ്ഞാൽ ഒരു ഇത് വന്നിട്ടുള്ളത്, അതിൻ്റെ ഫയർ വന്നിട്ടുള്ള എക്സാമിൻ്റെ ഒരു 1-2 weeks മുമ്പ്. പക്ഷെ അതൊക്കെ ഏറ്റവും വളരെ പൊട്ട സംഭവമായിരുന്നു എന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കിയിട്ട് നിൽക്കുന്നു. അതൊക്കെയാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് നല്ല കൂടുതൽ സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. താങ്ക് യു ഗൈസ്.